ഷാർജയിലെ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും എത്തേണ്ട ഒരു സ്ഥലമാണ് ഷാർജയിലെ ഡെസേർട്ട് പാർക്ക്. പല വിധത്തിലുള്ള കാഴ്ചകൾ, അറേബ്യൻ സംസ്കാരവും അറേബ്യൻ വന്യജീവികളെയും ഒക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഒരിടം. അവിടെ എത്തിയാൽ തന്നെ കാണേണ്ടത് അറേബ്യൻ വൈൽഡ് ലൈഫ് സെന്റർ ആണ്. അതിനകത്ത് കയറിയാൽ പല വിധത്തിലുള്ള കാഴ്ചകൾ, ഓരോ ജീവികൾ, അത് മൃഗങ്ങൾ, പറവകൾ, അതോടൊപ്പം തന്നെ മറ്റ് ഹിംസ്ര ജന്തുക്കൾ എല്ലാം ഉണ്ട്. അതിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അകത്ത് കയറിയാൽ നമ്മൾ ആദ്യം പാമ്പുകളെയാണ് കാണുക. പല വിധത്തിലുള്ള അറേബ്യൻ പാമ്പുകൾ. നമ്മുടെ നാട്ടിൽ കാണുന്ന പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ഓരോ പാമ്പുകളും. അവയുടെ സ്കിന്നും പുറത്തുള്ള തൊലി തന്നെ ഭയങ്കര കട്ടിയുണ്ട്. മാത്രമല്ല നിറമാണെങ്കിൽ മണലിനോടും മണ്ണിനോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന നിറമാണ്. തല പൊതുവെ ചെറുതാണ്. പലതിനും ഉഗ്രവിഷമുണ്ട്. ഇനി ഈ പാമ്പുകളെയൊക്കെ കണ്ട് നമ്മൾ നീങ്ങുന്ന സമയത്ത് പാമ്പ് കടിയേറ്റാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ബോധവൽക്കരണം കൂടിയുണ്ട്. കടിയേൽക്കുന്ന ആൾ പേടിക്കാതിരിക്കുക, പാമ്പ് ഏത് ഇനത്തിൽപ്പെട്ടിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക, കൂടുതൽ കടി ഏൽക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പല വിധത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളുമുണ്ട്. ഈ പാമ്പുകളെല്ലാം കണ്ട് നമ്മൾ അടുത്തതായിട്ട് നീങ്ങുന്നത് മറ്റ് ഉരകജീവികളിലേക്കായിരിക്കും. ആ ഉരകജീവികളിൽ പല വിധത്തിലുള്ളതുണ്ട്. ഈ ഡെസേർട്ടിലൊക്കെ കാണുന്ന, മരുഭൂമിയിലൊക്കെ കാണുന്ന സാധനങ്ങളുണ്ട്. അതിനുശേഷം നമ്മൾക്ക് മത്സ്യങ്ങളെ കാണാം പല വിധത്തിലുള്ളത്. പാമ്പുകൾക്ക് ശേഷം നമ്മൾ മത്സ്യങ്ങളെ കാണുന്നു. മത്സ്യങ്ങൾ അത് കടൽ മത്സ്യങ്ങളുമുണ്ട്, അതോടൊപ്പം തന്നെ ശുദ്ധജലത്തിൽ കഴിയുന്ന മത്സ്യങ്ങളുമുണ്ട്. പല വിധത്തിൽ, പല തരത്തിൽ, പല ഭംഗിയിൽ നമുക്ക് അവയെ കാണാം. കുട്ടികൾക്കും കുടുംബത്തോടൊക്കെ ഒപ്പം എത്തി വളരെ ശാന്തമായി ഇതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് നടക്കാം. ഓരോ മത്സ്യത്തിൻ്റെയും അടുത്ത് അവയെക്കുറിച്ചുള്ള എല്ലാ ചരിത്രവും, അവയുടെ സ്വഭാവം, അവ കഴിക്കുന്ന ഭക്ഷണം, അതോടൊപ്പം തന്നെ അവ ഏറ്റവും വലുതായാൽ എത്ര കിലോ ഭാരം വരും, ഏറ്റവും ചെറുതാണെങ്കിൽ എങ്ങനെ, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ വെറും ഒരു കാഴ്ച മാത്രമല്ല, ഓരോന്നിനെയും കുറിച്ചുള്ള വിവരങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പാമ്പ്, പഴുതാര, തേള്, വണ്ട്, കരിവണ്ട്, ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള ജീവജാലങ്ങളുമുണ്ട്. ഓരോന്നിൻ്റെയും പ്രത്യേകത, അത് വലിയ ജീവികളുണ്ട്, അതോടൊപ്പം തന്നെ ഇത് വെറും 10 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള വണ്ടുകളൊക്കെ തന്നെയാണ്. ആ ജീവികൾ, പുൽച്ചാടികളൊക്കെ തന്നെയുണ്ട്. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം. ഒരു മരുഭൂമിയിലാണ് ഇവയൊക്കെ ഉള്ളത്. അവയുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ തന്നെയാണ് അവയെല്ലാം തന്നെ ജീവിക്കുന്നത്. അവയെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക്, സന്ദർശകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാത്തിനെയും കുറിച്ച് വിശദീകരിച്ചുള്ള വിവരണങ്ങളുണ്ട്. ഇഴജന്തുക്കൾക്ക്, പാമ്പും പഴുതാരയും അടക്കമുള്ള ഇഴജന്തുക്കൾക്ക് ശേഷം നമ്മൾ മത്സ്യങ്ങൾ കണ്ടു. ആ മത്സ്യങ്ങൾക്ക് ശേഷമാണ് പറവകൾ, പക്ഷികൾ. അറേബ്യൻ കാടുകളിൽ കാണുന്ന പക്ഷികൾ, ഏറ്റവും ചെറിയ സാധാരണയായി കാണുന്ന പ്രാവുകൾ മുതൽ ഇനി അങ്ങോട്ട് പക്ഷികളുടെ ലോകമാണ്. കുട്ടികൾക്കൊരു എന്റർടൈൻമെന്റ് ആണ് ഇവിടെ. കാരണം അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു കാരണം. കാരണം ഇപ്പോൾ കുട്ടികൾ നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലും അവർ കൂടുതലും കാണുന്ന അനിമൽസിന്റെ യൂട്യൂബ് പ്രോഗ്രാംസ് ഒക്കെയാണ്. അപ്പോൾ കുട്ടികൾക്ക് എൻജോയ്മെന്റ് ആകാം. പിന്നെ ഒരു ഹോളിഡേ ടൈം അല്ലാതെ വർക്കിംഗ് ഡേയിൽ വരുമ്പോൾ നമുക്കൊരു റഷ് കുറഞ്ഞിട്ട് കുട്ടികൾക്ക് എൻജോയബിൾ ആകാം എന്നുള്ള കൺസെപ്റ്റിൽ വന്നതാണ്. കുട്ടികൾക്കൊരു എൻജോയ്മെന്റ്, ഫ്ലാറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ. ഒരു ഭാഗത്ത് പൂച്ചകളും കാട്ടുപൂച്ചകളും, മറുഭാഗത്ത് പലതരത്തിലുള്ള പല വിധത്തിലുള്ള പക്ഷികൾ. അതിൽ ഫ്ലമിംഗോ മുതൽ പ്രാവുകൾ വരെയുള്ളവയുണ്ട്. ഓരോന്നിനെയും കുറിച്ച് മനസ്സിലാക്കാൻ ഇതുപോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെയും സ്വഭാവം, അവ കഴിക്കുന്ന ഭക്ഷണം, ഏത് കാലാവസ്ഥയിലാണ് ഇവ ജീവിക്കുന്നത്, എത്ര വർഷമായി മനുഷ്യരും ഇവയും തമ്മിൽ അടുത്തിടപഴകാൻ തുടങ്ങിയിട്ട്, അതോടൊപ്പം തന്നെ ഇത് കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, ചിലപ്പോൾ സീഡ്സ്, സ്മോൾ ഫ്രൂട്ട്സ്, ഫ്ലൈസ്, പ്രാണികളെയൊക്കെ കഴിക്കുന്നു, അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള കീടങ്ങളെ കഴിക്കുന്നു. അങ്ങനെ ഓരോ പക്ഷികളും എന്ത് കഴിക്കുന്നു, ഓരോ ജീവികളും എന്ത് കഴിക്കുന്നു, അക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എവിടെയാണ് ഇവ കാണുന്നത് എന്നുള്ളതുണ്ട്. അതോടൊപ്പം തന്നെ ഏത് കാലഘട്ടം മുതലാണ് മനുഷ്യരും ഇവയും തമ്മിൽ ഇടപെട്ട് തുടങ്ങിയത് എന്നൊക്കെ വിശദീകരിക്കുന്നു. രാത്രികാല ജീവികളെ കുറിച്ചാണ്, നൈറ്റ് അനിമൽസ്, രാത്രികാലത്ത് ഉള്ള ജീവികൾ. നമുക്ക് നോക്കാം. രാത്രികാല ജീവികളെ കുറിച്ച് കാണാൻ നമ്മൾ വന്നാൽ ഇതാണ് അവസ്ഥ. ശരിക്കും
ഒരു ഇരുട്ട് നിറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ജീവികളൊക്കെ കഴിയുന്നത്. രാത്രി കാലത്ത് മാത്രം പുറത്തിറങ്ങുന്ന ജീവികൾ, അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. മലമ്പ്രദേശങ്ങളിൽ കുന്നുകൾക്കും മലകൾക്കും ഒക്കെ മുകളിൽ ജീവിക്കുന്ന കാട്ടുപൂച്ചകളെ കണ്ടാണ് നമ്മൾ തുടങ്ങുക. പല വിധത്തിലുള്ള കുറുക്കന്മാർ, അലൈനിലൊക്കെ കാണുന്ന ചെറിയ ശരീരവും വലിയ ചെവിയുമുള്ള കുറുക്കന്മാർ, അതോടൊപ്പം തന്നെ തേൻ കരടി, പിന്നീട് നമുക്ക് മുള്ളൻ പന്നി, പല ദേശങ്ങളിൽ കാണുന്ന രാത്രി കാലത്ത് മാത്രം പുറത്തിറങ്ങുന്ന ജീവികൾ, അവയൊക്കെയാണ് ഇതുപോലെ അതേ ആവാസ വ്യവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ താമസിപ്പിച്ചിട്ടുള്ളത്. കുറുക്കൻ, കുറുനരി, ചെന്നായി, പുള്ളിമാൻ, അതോടൊപ്പം പുള്ളിപ്പുലി, ഇങ്ങനെ പല വിധത്തിലുള്ള ജീവികളും അവയുടെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് കാണാം. കുരങ്ങന്മാരാണെങ്കിൽ പല വിധത്തിലും പല തരത്തിലുള്ളതുണ്ട്. ഒക്കെ അവയുടേതായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ തന്നെയാണ് കഴിയുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത ഇവയൊക്കെ നമുക്ക് വളരെ അടുത്തു നിന്ന് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു മൃഗശാലയിൽ പോകുന്നത് പോലുള്ള ദൂരത്തു നിന്നുള്ള കാഴ്ചയല്ല, വളരെ അടുത്ത് ഒരു ഗ്ലാസ്സിന് അപ്പുറവും ഇപ്പുറവും നിന്ന് നമുക്ക് ഇവയൊക്കെ കാണാൻ കഴിയും. പുള്ളിപ്പുലികൾക്കപ്പുറത്ത് പുള്ളിമാൻ, ഇരയും വേട്ടക്കാരനും അടുത്തടുത്ത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വേട്ടക്കാരൻ്റെ ശൗര്യം, പുള്ളിപ്പുലിയുടെ ശൗര്യം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാണുന്നത് പോലെ അത്രയും അടുത്ത് മറ്റ് മൃഗങ്ങളെ താമസിപ്പിക്കുന്നത്. ആ മൃഗങ്ങളെ കാണുമ്പോൾ ഓരോ ദിവസവും ഈ വേട്ടക്കാരനിലെ ശൗര്യം വളരുകയും അവൻ്റെ ജന്മനാലുള്ള വാസന നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും. ഷാർജ ഡെസേർട്ട് പാർക്കിൽ 4 മേഖലകളുണ്ട്. ഏറ്റവും പ്രധാനം പക്ഷിമൃഗാദികളൊക്കെയുള്ള ഇടം തന്നെ. അത് കഴിഞ്ഞാൽ ഈ ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഇത്, ഇസ്ലാമിക് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടെ ഈ മേഖലകളിലുള്ള ചെടികളെല്ലാം തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയും. അത് നമ്മുടെ നാട്ടിലുള്ള ഇഞ്ചി മുതൽ എല്ലാം കുങ്കുമം വരെയുള്ള എല്ലാം തന്നെയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന മറ്റൊരു ഏരിയ. കുട്ടികൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു ഇടമാണ് അത്. ഷാർജ ദെയ്ദ് റൂട്ടിലാണ് ഷാർജയിലെ ഡെസേർട്ട് പാർക്ക് ഉള്ളത്. അവിടേക്കുള്ള പ്രവേശന ടിക്കറ്റ് 20 ദിർഹവും അതിൻ്റെ കൂടെ വാറ്റും ചേർന്നിട്ടുള്ളതാണ് നിരക്ക്, ഒരാൾക്കുള്ള നിരക്ക്. കുട്ടികളോടൊപ്പം കുടുംബങ്ങളോടൊപ്പം ഒരു അവധി ദിവസം വന്ന് ആഘോഷിക്കാനും പ്രകൃതിയെ മനസ്സിലാക്കാനും പറ്റിയിട്ടുള്ള ഇടമാണ്. മറ്റൊരു വിധത്തിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ വളരെ ശാന്തമായി തന്നെ മൃഗങ്ങളെയൊക്കെ അടുത്ത് കണ്ട് അവയെക്കുറിച്ച് മനസ്സിലാക്കാവുന്ന ഒരിടം.